കോഴിയിറച്ചിയുടെ വില സംസ്ഥാനത്ത് 150 രൂപയിൽ 128ലേക്ക് താഴ്ന്നു. കോഴിവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ നിർണ്ണയിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട് തൃശ്ശൂരിൽ, കൊമ്പൊടിഞ്ഞാമാക്കൽ. എന്താണ് കോഴിക്കച്ചവടത്തിൽ കൊമ്പൊടിഞ്ഞാമാക്കലിന്റെ പങ്ക് എന്ന് നോക്കാം. സംസ്ഥാനത്തെ കോഴിവില നിയന്ത്രിക്കുന്നതിൽ കൊമ്പൊടിഞ്ഞാമാക്കൽ ഗ്രാമം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. 2002 ഇവിടെ 6 സഹോദരങ്ങൾ ചേർന്ന് തമിഴ്നാട് ഇന്റഗ്രേഷൻ മോഡൽ കോഴിക്കൃഷി ആരംഭിക്കുന്നത്. വീട്ടിൽ കൂടുകൾ സ്ഥാപിച്ച് കർഷകർ കോഴിയെ പരിപാലിച്ചാൽ മാത്രം മതി. കോഴിക്കുഞ്ഞും തീറ്റയും മറ്റു സഹായങ്ങളുമെല്ലാം കമ്പനി എത്തിച്ചു നൽകും. പതിയെ പതിയെ 6 സഹോദരങ്ങളുടെയും 6 കമ്പനികൾ വളർന്നു. ഇന്ന് കൊമ്പൊടിഞ്ഞാമാക്കലിൽ 1064 വീടുകളിൽ കോഴിക്കൃഷിയുണ്ട്. 6 കമ്പനികൾക്ക് കീഴിൽ 680-ലധികം ജീവനക്കാരും. 1990 മുതൽ ഞങ്ങൾ കോഴിത്തീറ്റ വിതരണ രംഗത്ത് വന്നതാണ്. നഷ്ടം വന്ന് ഒരു 2002 ഒരുവിധ എല്ലാ ഫാമെല്ലാം ക്ലോസ് ചെയ്തപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻ്റഗ്രേഷൻ മോഡലിൽ ഓരോ ഫാമുകളിൽ അവർക്ക് കുഞ്ഞും തീറ്റയും മരുന്നും എല്ലാം കൊടുത്ത് 1 കിലോന് നിശ്ചിത മാർജിൻ അവർ വളർത്തണ കൂലി കൊടുത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കൊമ്പൊടിഞ്ഞാമാക്കൽ. ഇപ്പൊ ഞങ്ങൾ 6 സഹോദരന്മാരും ഈ ഫീൽഡിലുണ്ട്. പ്രതിദിനം 75,000 കിലോയിലധികം ഇറച്ചിയാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഇവിടെ നിന്നെത്തുന്നത്. തമിഴ്നാട്ടിലെ വിലയ്ക്ക് ആനുപാതികമായി കേരള ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതിയാണ് വില നിശ്ചയിക്കുക. തമിഴ്നാട് ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റി BCC അവരാണ് കോഴിയുടെ മാർക്കറ്റ് എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യണത്. അവരുടെ വില വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ പോൾട്രി ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി ഉണ്ട്. ആ സമിതിയിലെ അംഗങ്ങൾ സമിതി മീറ്റിംഗ് കൂടി ഒരു 6 ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസം മാർക്കറ്റ് വിലയിടാൻ. അവർ ഓൺലൈൻ മീറ്റിംഗ് കൂടിയിട്ടാണ് പത്രത്തിൽ എല്ലാ ദിവസവും റീറ്റെയിൽ വില കൊടുക്കുന്നത്. കോഴിവിലയിൽ ഇപ്പോഴുണ്ടായ കുറവ് കർഷകരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കോഴി കർഷകർക്ക് സർക്കാർ ഇടപെട്ട് സബ്സിഡി ലഭ്യമാക്കി കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചി വിൽപ്പന നടത്താൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 തൃശൂർ.